ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യത്തിന് തുടങ്ങാം നമുക്ക്. അലർജി. ഉം. ആക്ച്വലി എന്താണ് അലർജി? അതായത് അലർജി എന്ന് പറയുന്ന പലർക്കും പല രീതിയിലാണത്. ഇപ്പൊ ഡസ്റ്റ് അലർജി ഉള്ളവരുണ്ട്, ഭക്ഷണം അലർജി ഉള്ള ആളുകളുണ്ട്. ഇതൊന്നും അല്ലാണ്ട് വെറുതെ ഒരു കാര്യമില്ലാണ്ട് ശരീരത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആളുകളുണ്ട്. എന്താണ് ആക്ച്വലി അലർജി എന്ന് പറഞ്ഞാൽ? അലർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അമിതമായ പ്രതികരണമാണ്. ഓക്കെ. അതായത് നമ്മുടെ സെൻസിറ്റീവ്നെസ്, നമ്മുടെ ബോഡി ഓവറായിട്ട് പല സാധനത്തിനോടും പ്രതികരിക്കുന്നു ആവശ്യമില്ലാതെ. നമ്മൾ ചില ആൾക്കാർ പെട്ടെന്ന് ചൂടാകുന്ന ടൈപ്പൊക്കെ ഉണ്ടാവില്ലേ, പെട്ടെന്ന് ദേഷ്യം വരെ ചെറിയ ചെറിയ കാര്യം, അതേപോലെ നമ്മുടെ ബോഡി സെൻസിറ്റീവ് ആവുന്നു. ഷോർട്ട് അത് ടെമ്പേർഡ് അതെ മനുഷ്യന്മാരെന്ന് പറഞ്ഞ പോലെ ഷോർട്ട് ടെമ്പേർഡ് ഷോർട്ട് ബോഡി. ടെമ്പേർഡ് ബോഡി, അതാണ് സംഭവം. അതായത് നമ്മൾ ഇപ്പം പൊടിയുള്ള, ഇപ്പം ഒരുപാട് പൊടിയുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ നല്ല പുകയിട്ടിട്ട് അതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ, ഇപ്പം നാലാൾ ഒരു റൂമിനകത്ത് പുകയിട്ടിട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നാലാൾക്കും വ്യത്യസ്ത പ്രശ്നങ്ങളല്ലേ ഉണ്ടാവുക. അതെ. ഒരാൾ തുമ്മും, ഒരാൾ ചുമക്കും, ഒരാൾക്ക് ശ്വാസതടസ്സം ഉണ്ടാവും, ഒരാൾക്ക് സ്കിന്ന് തടിച്ച് പൊങ്ങും, അർട്ടിക്കേറിയ പോലെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് അവിടുന്ന് തിരിച്ചു പോരണം എന്നുള്ള ഒരു സൂചന, ഇൻഡിക്കേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഇതുപോലെ ലക്ഷണങ്ങൾ ഉണ്ടാവണം. അതില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഇരുന്ന് ഇത് മുഴുവൻ ശ്വസിച്ച് കയറ്റി നമ്മുടെ ലങ്സിന് ഇഷ്യൂസ് ഉണ്ടാക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ ദൈവം നമുക്ക് കനിഞ്ഞ് നൽകിയിട്ടുള്ള ഒരു കൗണ്ടാണ് IgE കൗണ്ട്. അതുപോലെ ഈസ്നോഫിൽ, അബ്സല്യൂട്ട് ഈസ്നോഫിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൗണ്ട്. ഈ കൗണ്ട് എന്ത് ചെയ്യും അറിയോ, ഈ ഒരു ചെറിയ ചെറിയ കാര്യത്തിന് ഈ അലർജി ഉള്ള ആളുകളിൽ ചെറിയ കാര്യത്തിന് പോലും വെറുതെ കൂടിക്കൊണ്ടിരിക്കും. അതായത് അവർക്ക് സ്റ്റേബിളായിട്ടൊരു ഹൈ കൗണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ഇവർ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതേപോലെ ചെറിയൊരു പൊടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്മെല്ല്, സ്പ്രേയുടെ സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്, തുമ്മിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. തീപ്പെട്ടി വരയ്ക്കുമ്പോ അതാണ്. അങ്ങനെ ഓരോ ഇപ്പോൾ ചില ആൾക്കാർക്ക് കുക്ക് ചെയ്യാനേ പറ്റാത്ത ആൾക്കാരുണ്ട്, പൊടി തട്ടാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളില്ല. അതൊക്കെ അവരുടെ ബോഡിയുടെ കൗണ്ട് ബാലൻസ് ചെയ്യാത്തതുകൊണ്ടാണ്. അതായത് ഈ IgE കൗണ്ട് വെറുതെ ക്രമാതീതമായിട്ട് കൂടുന്നു. അപ്പോൾ അവരുടെ ശരീരത്തിൽ ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കൽ ഉണ്ടാവും. ആ കെമിക്കൽ അവരുടെ ഏത് ഓർഗനാണോ വീക്ക്, അതായത് ഓരോ ആളുകളിലും വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത ഓർഗൻസിലായിരിക്കും ഈ IgE കൗണ്ട് കൂടുന്നത് കൊണ്ടുള്ള റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. ഇപ്പോൾ ചിലർക്ക് സ്കിന്നിലായിരിക്കും, ചിലർക്ക് ലങ്സിലായിരിക്കും, അങ്ങനെ ഡിഫറെൻറ്റ് ഏരിയ ഉണ്ട്. അത് ശരിക്കും എന്താ അലർജിയുടെ ഏരിയ എന്ന് പറയുന്നത് വളരെ വാസ്റ്റാണ്. അതായത് നമ്മുടെ സ്കിന്ന് തൊട്ട് ഇൻറ്റേർണൽ ഓർഗൻസ് ആയിട്ടുള്ള ലങ്സ് വരെയുള്ള ഇഷ്യൂസ് അതിൽ വരും. അതായത് സ്കിന്നിലെ ഡിസ്കളറേഷൻസ്, ഇപ്പം വൈറ്റ് ഡിസ്കളറേഷൻസ് വരാറുണ്ട്. അപ്പം നമ്മൾ ശരിക്കും വെള്ളപ്പാണ്ടാണെന്ന് മനസ്സിലായോ. പിറ്റീരിയാസിസ് ആൽബ എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെയാണത്. അപ്പോൾ അതൊക്കെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലേഡി എൻ്റെ അടുത്ത് വന്നിരുന്നു, അവർ പുതിയ ചെരുപ്പ് ധരിച്ചതാണ്. അപ്പോൾ പുതിയ ചെരുപ്പ് ധരിച്ച സമയത്ത് അവർക്ക് അവിടെ ആ ഒരു ചെരുപ്പിൻ്റെ വാറ് വെച്ചെടുത്ത് ആ ഭാഗം മുഴുവൻ വൈറ്റ് ആയിരിക്കണം, വെള്ളപ്പാണ്ട് പോലെ വന്നിരിക്കണം. അതുപോലെ ബ്രാഡോ ഹുക്ക് വരുന്ന ഭാഗത്ത്, അതുപോലെ എന്താ നമ്മൾ വള ധരിക്കുന്ന, മാല ധരിക്കുന്ന ഭാഗത്ത് കറുപ്പും വരാറുണ്ട്, വൈറ്റ് കളറും വരാറുണ്ട്. മനസ്സിലായി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഡിസ്കളറേഷൻസ് കാണും. അതുപോലെ തന്നെ ബ്ലാക്ക് ഡോട്ട്സ് കാണാൻ പറ്റും ദേഹത്തൊക്കെ. നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ പോലെയൊക്കെ നമുക്ക് തോന്നിക്കുമെങ്കിലും അലർജി ഉള്ള ആളുകളിൽ ചിലപ്പോൾ അലർജി കാരണം ഇതുപോലെ ഡിസ്കളറേഷൻസ് ഉണ്ടാവും. അതുപോലെ സ്കിന്നിൽ ഇറിറ്റേഷൻസ് വന്നിട്ട് എക്സിമ, അതുപോലെ തലമുടി കൊഴിയുന്ന പ്രശ്നം. ചില ആൾക്കാർ തലമുടി അങ്ങനെ കൊഴിഞ്ഞു പോണേന്ന് പറഞ്ഞാൽ അതിന് കുറേ ട്രീറ്റ്മെൻറ്റ് എടുക്കും. ലാസ്റ്റ് നോക്കുമ്പോഴായിരിക്കും തലയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാവും അവർക്ക്. അപ്പോൾ അത് പൊട്ടുന്നുണ്ട് ഡോക്ടറെ എന്ന് പറയും. അത് ശരിക്കും സെബോറിക് ഡെർമറ്റൈറ്റിസാണ്. അത് അലർജി കാരണം അവർക്ക് അവരുടെ സ്കാൽപ്പിലുള്ള അതായത് സെബം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസ് അതിന് ഇറിറ്റേഷൻ വരുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് താരൻ ഒന്നും ചെയ്തിട്ട് മാറുന്നില്ല എന്ന് പറയും. ശരിക്കും താരൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്കാൽപ്പിലുള്ള സ്കിന്ന് ഡ്രൈ ആയി വന്നിട്ട് പൊടിഞ്ഞു പോകുന്നതാണ്. അത് നോർമലി നമുക്ക് ഉണ്ടാവും. ഡെയിലി നമ്മൾ ഹെഡ് ബാത്ത് ചെയ്യുമ്പോൾ അത് ക്ലീൻ ആയി പോയിക്കോളും. പക്ഷേ നമ്മൾ കൂടുതലായിട്ട് ഈ അലർജിയൊക്കെ ഉള്ള ആളുകളിൽ കൂടുതലായിട്ടുള്ള ഡ്രൈ സ്കിന്നാണ് അല്ലേ, പൊതുവെയായിട്ട് ഡ്രൈ സ്കിൻ ആയിരിക്കും. അപ്പോൾ അവർക്ക് തലയിലുള്ള സ്കാൽപ്പിലെ സ്കിന്നും ഇതേപോലെ കൂടുതലായിട്ട് ഡ്രൈ ആയിട്ട് സ്കെയിലി ആയിട്ട് പോരും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിലും നമ്മൾ അലർജിക് റിലേറ്റഡ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റും. അങ്ങനെ ഹെയർ ലോസ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത്. എന്താണോ കണ്ടീഷൻ എന്ന് നമ്മൾ അത് കണ്ട് മനസ്സിലാക്കി അതനുസരിച്ച് കൊടുക്കണം. അതേപോലെ തന്നെ വരുന്നതാണ് നേസൽ പോളിപ്പ്. ഇപ്പോൾ മൂക്കിലേക്ക് വരികയാണെങ്കിൽ നേസൽ പോളിപ്പ്, അതായത് നോർമലി നമ്മുടെ ദശ അത് മൂക്കിലുള്ള കൊഴുത്ത ആവരണമല്ലേ, നമ്മുടെ മൂക്കിനകത്തൊക്കെ ഉണ്ടാവും. ആ കൊഴുത്ത ആവരണം വീർത്ത് വരുന്നതാണ്. നോർമൽ നമുക്ക് മൂക്കടപ്പുണ്ടാകുന്ന സമയത്ത് അത് വീർത്ത് വരുന്നത് തന്നെയാണ്.
അത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ നോർമലാവും. പക്ഷേ സ്ഥിരമായിട്ട് ഈ കൗണ്ട് നിൽക്കുന്നത് കൊണ്ട് ഇത് ബൾജ് ചെയ്ത് വരുമ്പം അത് ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാക്കും. അപ്പോഴാണ് ഇതിനെ നമ്മൾ നേസൽ പോളിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നേസൽ പോളിപ്പ് അതുകൊണ്ട് വരുന്നതാണ്, അലർജി കൊണ്ട് വരുന്നതാണ്. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ നമ്മൾ തൊണ്ടയിൽ ടോൺസിലൈറ്റിസ്, ഇടയ്ക്കിടയ്ക്ക് ടോൺസിലൈറ്റിസ് വരുന്ന ആളുകളില്ലേ, അത് വൈറൽ ഇൻഫെക്ഷൻ കാരണം ഇടയ്ക്കിടയ്ക്ക് വൈറൽ ഇൻഫെക്ഷൻ വരുന്ന ആളുകൾക്ക് ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായാലും ഉണ്ടാവും ഇതേപോലെയുള്ള കണ്ടീഷൻസ്. പക്ഷേ മെയിനായിട്ട് അലർജി കാരണം ഇങ്ങനെ ടോൺസിലൈറ്റിസ് ഇടയ്ക്കിടയ്ക്ക് വരും, ടോൺസിൽ സ്റ്റോൺ വരും. അതുപോലെ തന്നെ കുട്ടികളിലാണെങ്കിൽ അഡിനോയിഡ്, ഇപ്പോൾ എപ്പോഴും പറയുന്നതാണല്ലോ കുട്ടികൾക്ക് അഡിനോയിഡാണ്, സർജറി ചെയ്യണം അങ്ങനെയൊക്കെ പറയും. ശരിക്കും അഡിനോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഒരു ചെറിയ കുട്ടികൾക്ക്, അതായത് 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രതിരോധ വ്യവസ്ഥയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ നിർവഹിക്കുന്ന ഗ്ലാൻഡാണ്. അത് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ശ്വസിക്കുന്ന വായുവിനെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ലാബാണെന്നാണ് പറയുക. അതായത് ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ ശ്വസിക്കുന്ന വായുവിലോ അല്ലെങ്കിൽ കഴിക്കണ അതിലോ ഒക്കെ എന്തെങ്കിലും വൈറസോ ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ അത് തടഞ്ഞു നിർത്താനുള്ള ഒരു ഗ്ലാൻഡാണത്. അത് സ്വയം സ്വെല്ല് ചെയ്യും. അതെ, അത് സ്വയം സ്വെല്ല് ചെയ്ത് ഇൻഫ്ലെയിംഡ് ആവും. മനസ്സിലായോ? എന്നിട്ട് അങ്ങോട്ടേക്കുള്ള എൻട്രി ക്ലോസ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്ലാൻഡാണ് അത് നമ്മൾ വെറുതെ ഒരു ചെറിയ ഇൻഫ്ലമേഷൻ്റെ പേരിൽ നമ്മൾ സർജറി ചെയ്ത് കളയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഈ അലർജി കൊണ്ട് വരുന്ന അഡിനോയിഡ് ആണെങ്കിൽ ശരിക്കും അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ അവർക്ക് ടോൺസിലൈറ്റിസ് ആയിട്ടോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളായിട്ടോ ഒക്കെ കാണാറുണ്ട്. അത് ലൈഫ് ടൈം ഇങ്ങനെ തുടരും. ശരിക്കും അതിന് ഞങ്ങൾ ഹോമിയോപ്പതിയിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അലർജി നോർമലാക്കാനുള്ള, അതായത് ഇമ്മ്യൂൺ സിസ്റ്റം നോർമലാക്കാനുള്ള മരുന്ന് ആ കുട്ടിയുടെ അപ്പത്തെ പ്രത്യേകതയും അതിൻ്റെ കണ്ടീഷനൊക്കെ അനുസരിച്ച്, അതായത് ഈ അഡിനോയിഡുള്ള കുട്ടികൾക്ക് സാധാരണ വരുന്നതാണ് ചെവിക്ക് കേൾവി കുറവ് ചിലപ്പോൾ വരും, അതിൻ്റെ എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ. കൂർക്കം വലി ഉണ്ടാവും, വായ തുറന്ന് വെച്ച് ഉറങ്ങും, ഫുഡ് കഴിക്കാനും ബുദ്ധിമുട്ടുണ്ടാവും, കാലതാമസം ഇങ്ങനെ വെച്ച് കഴിക്കും. അതുപോലെ തന്നെ വേറെ ചുമ, കഫക്കെട്ട്, അങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് പനി ഒക്കെ ഇഷ്യൂസ് വരും. അപ്പോൾ ആ ഒരു ഇഷ്യൂസൊക്കെ നമ്മൾ ശരിക്കും കറക്റ്റ് മെഡിസിൻസ് അത് നോക്കി അനുസരിച്ച് ആ കുട്ടിക്ക് എന്തൊക്കെയാണ് വരുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്കത് കൺട്രോൾ ചെയ്യാനും അത് ക്യൂർ ചെയ്യാനും സാധിക്കും. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി കുട്ടികൾക്ക് അഡിനോയിഡ് സർജറി ചെയ്യാന്ന് പറയുന്നത്, അതിപ്പം ഈ അടുത്ത് ഞാനിത് ആരെ കണ്ടേന്ന് ഓർക്കുന്നതിൽ ഒരു വീഡിയോ കണ്ടതിൽ ആ കുട്ടിക്ക് അഡിനോയിഡ് സർജറി ചെയ്തിട്ട് അപ്പൊ അവരെന്നെ പറയുന്നുണ്ട് ഇതിപ്പോ എടുത്തു കളഞ്ഞു എന്ന് വെച്ച് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ആക്ച്വലി നല്ലതാണ്. കാരണം ഈ അഡിനോയിഡ് പ്രശ്നമുള്ള കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ കൂർക്കം വലി, മൗത്ത് ബ്രീത്തിങ്, ഇങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ ഇവരുടെ ഈ ഫേസിന്റെ ഷേപ്പ് മാറും, പല്ല് പൊന്തും. അപ്പൊ ഇതൊക്കെ ഭാവിയിലേക്ക് മൾട്ടിപ്പിൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഫുൾ ടൈം കുട്ടികൾക്ക് കോൾഡ് വരും. അപ്പൊ ഇത് റിമൂവ് ചെയ്ത് കളയുന്നതാണ് നല്ലതെന്ന്. അത് കളയുന്നത് കൊണ്ട് പ്രശ്നമില്ല, കളയുന്നതാണ് നല്ലത്. അങ്ങനെയുണ്ടോ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അത് നമുക്ക് അത്യാവശ്യമുള്ള ഒരു ഗ്ലാൻഡാണ്. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധർമ്മങ്ങളൊക്കെ അത് നിർവഹിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത സാധനമാണ്, കളഞ്ഞുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ വെറുതെയാണ്. അത് വെറുതെയാണ്. അത് 12 വയസ്സ് വരെ നമുക്കത് ആവശ്യമാണ്. അതായത് ഇപ്പം ഈവൻ പോളിയോ വന്നാൽ പോലും, അങ്ങനെ പോളിയോ വൈറസ് എൻ്റർ ചെയ്താൽ പോലും അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു ഗ്ലാൻഡാണത്. അത് ബ്രെയിനിലോട്ടും താഴോട്ടും ഒന്നും അത് പോകത്തില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡാണത്. അപ്പോൾ അത് നമ്മൾ ഒരു 12 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ സ്വയം അത് ചുരുങ്ങി വരും. പിന്നെ അതിനെ നമ്മൾ ഇങ്ങനെ ഒരു അലർജിയുടെ പേരിൽ കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇപ്പൊ ഈ പറയുന്ന പ്രശ്നം, അയ്യോ അതിനൊരു പേര് പറയൂലേ, ഈ ഫേസ് ഒക്കെ ഇങ്ങനെ ഒരു ഫേസ് ഷേപ്പ് മാറി വരുന്നത്, ഷേപ്പ് മാറി വരും, ഈ മൗത്ത് ബ്രീത്തിങ്, അതുകൊണ്ടിട്ടാണ് അങ്ങനെ പ്രശ്നം. ഹോമിയോയിൽ അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് നമുക്ക് അലർജി കുറയാനുള്ള മരുന്ന്, അതായത് അവരുടെ അലർജി ബാലൻസ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ബോഡിയുടെ ഒരു ഓവർ സെൻസിറ്റീവ്നെസ് മാത്രമാണ് ഈ അലർജി, അല്ലാതെ അവർക്ക് പ്രതിരോധ ഇല്ലായ്മ കൊണ്ടോ അങ്ങനെയൊന്നുമല്ല ഇത് വരുന്നത്. അപ്പോൾ ആ ഒരു ഓവർ സെൻസിറ്റീവ്നെസ് നമ്മളൊന്ന് തട്ടി നേരെയാക്കുക, അതാണ് ശരിക്കും ഹോമിയോപ്പതിയിൽ ചെയ്യുന്നത്. ആ സിമിലർ സിംറ്റംസ് കൊടുത്ത് ആ ബോഡിയെ അതിനെതിരെ റിയാക്ട് ചെയ്യിപ്പിക്കാം. അതായത് ബോഡിയെ ആ ഏതൊരു കണ്ടീഷനിലോട്ടും അഡാപ്റ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻ കൊണ്ടുവരാം. ഞാനൊരു ഉദാഹരണം പറയാം. പോളിയോ വൈറസിനെതിരെ നമ്മൾ കൊടുക്കുന്നത് ഡെഡ് പോളിയോ വൈറസിനെ ഇഞ്ചെക്ട് ചെയ്തിട്ടാണ്. എന്നിട്ട് അതിനെതിരെ നമ്മളെ ബോഡിയിൽ ആൻറ്റിബോഡീസ് ഉണ്ടാക്കും. എന്നിട്ട് പിന്നീട് ഈ ഒരു അസുഖം വരുമ്പോൾ നമ്മുടെ ബോഡി അതിനെ പ്രിവെൻറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെയുള്ള ഒരു മെക്കാനിസമാണ്. സിമിലർ സിംറ്റംസ് കൊടുത്ത് ബോഡീനെ അതിനെതിരെ റീഅറേഞ്ച് ചെയ്യിപ്പിച്ചിട്ട് പിന്നീട് ഈ ഒരു അലർജിയുടെ എക്സ്പോഷർ വരുമ്പോൾ ബോഡീനെ ആ ഒരു അവസ്ഥയിൽ അതായത് സ്റ്റിമുലേറ്റ് ചെയ്യിക്കാതെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അതായത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്ത് കാരണം പറഞ്ഞിട്ടാണെങ്കിലും ഈ അഡിനോയിഡ് ഗ്ലാൻസ് റിമൂവ് ചെയ്യാന്ന് പറയുന്നത് അതൊരു നല്ല തീരുമാനമല്ല. അല്ല കുട്ടികൾ അത് 12 വയസ്സിന് അല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഹോമിയോയിൽ. അപ്പം അവർക്ക് അത് സ്വീകരിക്കാവുന്നതാണ്. അല്ലാതെ പിന്നെ ഈ ഒരു അസുഖം വെച്ചിട്ട് നടക്കുക വെച്ചാൽ അവർക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് ശരിയാണ്.
അതായത് അവർക്ക് മുഖത്തിൻ്റെ ഷേപ്പ് മാറും, അതുപോലെ പല്ല് പൊങ്ങി വരും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ചെവിക്ക് കേൾവിക്കുറവ്, അങ്ങനത്തെ ഒക്കെ ട്രീറ്റ് ചെയ്യാതെ വെക്കരുത്. ഹോമിയോപ്പതിയിൽ ഇങ്ങനെ നല്ലൊരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. ഇപ്പൊ അലർജി എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഭയങ്കര കോമൺ. ഇപ്പൊ കുട്ടികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് അലർജി ഭയങ്കര കോമൺ ആണ്. അതായത് ഫുൾ ടൈം നെബുലൈസേഷൻ ചെയ്യുന്ന, മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും പോയി നെബുലൈസ് ചെയ്യുന്ന, കഫക്കെട്ട് ഫുൾ ടൈം ഉള്ള. ഇപ്പൊ ഈ അലർജി എന്ന് പറയുന്ന കുറേയൊക്കെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസെന്നും കൂടെ ആണല്ലോ പറയുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി കുട്ടികൾക്ക് മാറ്റാൻ പറ്റും. കുട്ടികൾക്കാണ് ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നത്. അതായത് കുട്ടികളിൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റിമുലേറ്റ് ചെയ്യും. അവർ സ്റ്റാർട്ടിങ് അല്ലേ, നമ്മൾ ഏജ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ ഓർഗൻസിൻ്റെ ഒക്കെ കപ്പാസിറ്റി കുറഞ്ഞു കുറയും. വരുമല്ലോ. അപ്പോൾ കുട്ടികളാവുമ്പോൾ നമുക്ക് ഇപ്പം വലിയവരെ ഒരു 6 മാസം ട്രീറ്റ് ചെയ്യേണ്ടത് കുട്ടികളെ ചിലപ്പോൾ ഒരു 2-3 മന്ത് കൊണ്ട് തന്നെ നമുക്ക് ക്യൂർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ആസ്മ ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്കുണ്ട്. അതായത് ആസ്മ ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ എൻ്റെ മോന് ആസ്മാറ്റിക് ആയിരുന്നു, ചെറിയ മോന്. അപ്പോൾ ആ സമയത്ത് അവന് 6 മാസമുള്ളപ്പോഴാണ് ആസ്മാറ്റിക് ആയത്. അപ്പോൾ ഞാനൊരു 4-5 മാസത്തെ മരുന്ന് കൊണ്ട് തന്നെ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആസ്മ മാറി. ഇപ്പം അതിനുശേഷം എക്സിമ എന്നുള്ള കണ്ടീഷൻസ് വന്നു. ചില ആൾക്കാർക്ക് അങ്ങനെ വരും, അത് മാറിക്കഴിഞ്ഞാൽ എക്സ്പെൽ ഔട്ട്, അതായത് സ്കിൻ ഡിസീസ് ചിലപ്പം വരാം. അപ്പോൾ അതിന് നമ്മൾ പിന്നെ കുറച്ച് നാൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അങ്ങനെ നമുക്ക് ആ അലർജി കംപ്ലീറ്റ് ക്യൂർ ചെയ്യാൻ പറ്റും. കാരണം ലൈഫ് ടൈം നമുക്കുള്ള ഒരു പ്രശ്നമാണ് അലർജി. നമ്മൾ എന്ത് തന്നെ രീതിയിൽ, പല രീതിയിൽ നമ്മളത് അഫക്റ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്കിന്നിലെ കംപ്ലയിൻസ് മുതൽ ഇൻറ്റേർണൽ ഓർഗൻസിനെ, ലങ്സിൻ്റെ ഇഷ്യൂസ് വരെയുള്ള ഇഷ്യൂസ് അതിൽ വരും. അപ്പോൾ ഈ ഒരു ലൈഫ് ടൈം ഉള്ള ഒരു സാധനത്തിന് നമ്മൾ കുറച്ച് നാളിപ്പോൾ 1 ഇയറോളം അല്ലെങ്കിൽ ഒരു 6 മാസത്തോളമൊക്കെ മരുന്ന് കൊടുത്താൽ എന്താ, അങ്ങനെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടേ മാറിക്കിട്ടുമല്ലോ. പിന്നെ ലൈഫിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പുറത്ത് പോകേണ്ടി വരും, അല്ലാതെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുമോ, പൊടിയിലേക്ക് പോകരുത്, അല്ലെങ്കിൽ നിങ്ങൾ തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകരുത്, അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം കഴിക്കരുത് എന്ന്. ഭക്ഷണം പിന്നെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാം. ഇന്ന സ്ഥലത്ത് പോകരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ജോബിൻ്റെ ഭാഗമായിട്ട് നമുക്ക് AC-യിൽ ഇരിക്കേണ്ടി വരും. അങ്ങനത്തെ ഒക്കെ പ്രശ്നം ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ എത്രയോ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. ആ ജോബ് ക്വിറ്റ് ചെയ്യേണ്ട കണ്ടീഷൻ വരെ എത്തുന്ന ആൾക്കാരില്ലേ. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഹോമിയോപ്പതിയിൽ നമുക്ക് അലർജി ക്യൂർ ചെയ്യാന്നുള്ളത്. ഓക്കെ. കുട്ടികളുടെ കേസ് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് അലർജി ഉണ്ടെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് മിക്കവാറും നമ്മൾ ഡസ്റ്റ് അലർജീനെയാണ് അലർജി എന്ന് പറയാ, കഫക്കെട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ. അതല്ലാണ്ട് എൻ്റെ കുഞ്ഞിന് ഇത് അലർജി ആവാം, അലർജി പ്രശ്നമാവാം, ഒരു ഇമ്മ്യൂണിറ്റി പ്രശ്നമാവാന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സിംറ്റംസ് എന്തൊക്കെയാ കുഞ്ഞുങ്ങൾക്ക് കോമൺ ആയിട്ട് കാണുന്നത്? കുഞ്ഞുങ്ങൾക്ക് കോമൺ ആയിട്ട് പറയുമ്പോൾ ചിലപ്പോൾ നോസ് ബ്ലോക്ക്, അതിപ്പം എല്ലാം മൂക്കടപ്പ്. മൂക്കടപ്പ്. നോർമലി മൂക്കടപ്പ് നമ്മൾ അലർജിയാണെന്ന് പറയാൻ പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് ആ കുട്ടിക്ക് ഇങ്ങനെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്ന് കുളിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ പുറത്ത് കുട്ടീനെ ഒന്ന് ഇറക്കി കഴിഞ്ഞാൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പ്രശ്നം വരുന്നുണ്ട്, അല്ലെങ്കിൽ പാരൻസിന് ഈ ഒരു സെയിം ഇഷ്യൂസ് ഉണ്ട്. മെയിനായിട്ട് അലർജി വരുന്നത് ഹെറിഡിറ്ററിയാ. അപ്പോൾ പാരൻസിന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഫീവർ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പം വേറെ തുമ്മൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ചുമ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ബ്ലഡ് റുട്ടീൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസ്നോഫിൽസ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ അതിൽ തന്നെ നമ്മൾ AEC എന്നുള്ള ഒരു കൗണ്ട് ഉണ്ട്, അബ്സല്യൂട്ട് ഈസ്നോഫിൽ കൗണ്ട്. അതുപോലെ തന്നെ അലർജിയുടെ IgE ടെസ്റ്റും ഉണ്ട്. അത് ഇത് ചെയ്ത് മനസ്സിലാക്കാം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ വേരിയേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും, ഈ കുട്ടിക്ക് ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇത് നേരത്തെ തന്നെ പ്രിവെൻറ്റ് ചെയ്താൽ നല്ലതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രിവെൻറ്റീവായിട്ടും ഹോമിയോപ്പതി കൊടുക്കാം. ഓക്കെ. ഇനി വലിയ ആളുകളിലാണെങ്കിൽ എക്സിമ, സോറിയാസിസ്, ഇതൊക്കെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഡസ്റ്റ് അലർജി അല്ലാണ്ട് അതുമൊക്കെ അലർജിയുടെയാണ്, ഇതുമൊക്കെ അലർജി കാരണമാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നമാണ് പുറത്തേക്ക് വരുന്നതെന്ന് പറയാറുണ്ട്. അത് ശരിയാണോ? സോറിയാസിസ് അതിൽ വരുന്നതല്ല. അല്ല. സോറിയാസിസ് എന്ന് പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അല്ലേ. അപ്പോൾ അതിനും ഉണ്ട് കേട്ടോ ഉള്ളിലേക്ക് എടുക്കുന്ന കണ്ടീഷൻ. അതായത് സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഉണ്ട്, സോറിയാറ്റിക് വാൽവുലാർ കംപ്ലയിൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ട്രീറ്റ് ചെയ്യുന്ന സമയത്തും ഇത് ശ്രദ്ധിക്കും. അതായത് ഇപ്പോൾ സോറിയാറ്റിക് ആർത്രൈറ്റിസും കൂടി ഉള്ള ഒരു പേഷ്യൻ്റാണ് നെയിലിലൊക്കെ, നമ്മളെ നഖത്തിലൊക്കെ നോക്കുമ്പം ഇങ്ങനെ ഡാമേജ് കാണും, അതിനെ നെയിൽ പിറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സോറിയാറ്റിക് ആർത്രൈറ്റിസ് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പം നമ്മൾ ആ രോഗിയെ നോക്കുന്ന സമയത്ത് സ്കിൻ ഡിസീസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനത്തെ ഒക്കെ ഡിസീസ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് ഇൻറ്റേർണൽ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അസുഖമാണ്. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള സമയം എടുത്തിട്ടേ അത് ഹീലാവുള്ളൂ, അല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് പോവുകയല്ലേ ചെയ്യുക. അപ്പോൾ സോറിയാറ്റിക് ആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ജോയിൻസിന് ഡിഫോമിറ്റി വരും, അങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ടാവും. മനസ്സിലായോ? ജോയിൻസ് ഡിഫോമിറ്റി വന്നിട്ടുള്ള എത്രയോ പേരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കണ്ടീഷനിൽ നമ്മൾ പിന്നെ ഹോമിയോ മരുന്ന് കൊടുക്കുമ്പോൾ ആ ജോയിൻറ്റ് ഡിഫോമിറ്റി റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് സ്കിന്നിലേക്ക് വന്ന് അങ്ങനെ അത് ഹീൽ ചെയ്യുള്ളൂ. അതിനാണ് അതിന് സമയം. എന്ത് പ്രശ്നം കണ്ടാലും
അത് സോറിയാറ്റിക് അത് ഒരു ആർത്രൈറ്റിസ്? തരം നെയിൽ ഇങ്ങനെ ഡാമേജ് ചെയ്തിട്ട് ഒരു മഞ്ഞ കളർ ചെറിയ ചെറിയ ഹോളുകളൊക്കെ ഉണ്ടാവും. അതിന് ഓ നെയിൽ പിറ്റിംഗ് എന്ന് പറയും. ഓ അപ്പോൾ ആ ഒരു കണ്ടീഷന് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ കൂടെ നമ്മൾ ഡാൻഡ്രഫ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കും ചില ആൾക്കാർ. അതായത് സ്കെയിലി ആയിട്ട് തലയിൽ ഇങ്ങനെ പൊറ്റം പൊറ്റായിട്ട് കാണും. അതോടൊപ്പം കയ്യിന് ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇച്ചിങ് ഒന്നും ഉണ്ടാവില്ല മിക്ക ആളുകൾക്കും, ചൊറിച്ചിലൊന്നും കാണില്ല. പക്ഷേ ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇത് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അത്രയും പെട്ടെന്ന് നമുക്ക് ക്യൂർ ആക്കാൻ പറ്റും ഈ സോറിയാസിസ് കേസിൽ. പിന്നെ എക്സിമ അങ്ങനത്തെ ഒക്കെ കേസിൽ അത്ര സമയം എടുക്കൂല, കാരണം അത് അലർജി അല്ലേ. മറ്റത് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്കെതിരെ പ്രവർത്തിക്കുന്ന കണ്ടീഷനാണ്. അതായത് നമുക്ക് അവിടെ ഒരു ഡാമേജ്, അതായത് നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ശത്രുക്കൾ വരുന്ന അവസ്ഥ. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ ഇതിനെ കള്ളക്കപ്പലിൽ അതെ തന്നെ അതെ അതെ തുറന്നു. അപ്പോൾ അതിനെ നമ്മൾ നോർമലാക്കി കൊണ്ടുവരണമെങ്കിൽ അത് നമുക്ക് അതിനനുസരിച്ച് സമയം എടുത്തിട്ട് ഹീലാക്കുന്ന ഒരു ഡിസീസാണ് അത്. പ്രോസസ്സാണ്. അതെ അതെ. ഓക്കെ, ശരി. അല്ലാണ്ട് ഹീലാക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ സോറിയാറ്റിക് ആർത്രൈറ്റിസിലേക്കോ അല്ലെങ്കിൽ വാൽവുലാർ കംപ്ലൈൻറ്റിലേക്കോ ഒക്കെ പോകും. ഓക്കെ. ഇപ്പം അലർജിയിൽ ഉം. ബ്രീത്തിങ് പ്രശ്നങ്ങൾ ഉം. ഒരുവിധം ഒരുപാട് ആളുകൾ പറയുന്നത് കമ്പാരിറ്റീവ്ലി നേരത്തെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ആസ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രായമായ ആളുകൾക്ക് വന്നിരുന്ന അസുഖങ്ങളാണ്. ആസ്മ എന്നൊക്കെ പറഞ്ഞാൽ ഇൻഹെയിലർ വലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മെജോറിറ്റി ഏറ്റവും പ്രായമുള്ള ആളുകളാണ് ചെയ്തത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കുട്ടികൾക്ക് വരെ അലർജി ആസ്മ വന്നിട്ട് അവർ ഈ ബ്രീതിങ് പ്രശ്നങ്ങൾ വന്ന് ഇൻഹെയിലർ ഉപയോഗിക്കുന്ന ഉം. ആളുകളുണ്ട്. ഇത് ഇപ്പോൾ ഇങ്ങനെ ഇത്രയും കൂടാനുള്ള കാരണം? അതിനുള്ള റീസൺ ഒന്ന് നമ്മുടെ പൊല്യൂഷൻ, വായു മലിനമാകുന്നുണ്ട്. അതുപോലെ കുടിക്കുന്ന വെള്ളം മോശമാണ്, ഭക്ഷണം മോശമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വീടിനകത്ത് തന്നെയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളൊക്കെ പുറത്ത് പോയി കളിച്ച് ഒക്കെ നടന്നിരുന്ന കുട്ടികളാണ്. വെയിൽ കൊള്ളുമായിരുന്നു, എല്ലാം എക്സ്പോസ് ചെയ്തിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ തെരുവിലൊക്കെ വളരുന്ന കുട്ടികളെ നോക്കിയാൽ അറിയാം, കോവിഡ് സമയത്ത് അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ നല്ലപോലെ കെയർ ചെയ്ത് മാസ്കും വീട്ടിനകത്ത് മാസ്കും സാനിറ്റൈസറും. സാനിറ്റൈസറൊക്കെ വെച്ചിരിക്കുന്ന ആൾക്കാർക്കാണ് ഇത് അഫക്റ്റ് ചെയ്തിരുന്നത് കൂടുതലായിട്ട്. അതായത് നമ്മൾ അതിനെ എക്സ്പോസ് ചെയ്ത് നമ്മുടെ ബോഡി എപ്പോഴും എക്സ്പോസ് ചെയ്ത് ജീവിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഇമ്മ്യൂൺ സിസ്റ്റം അതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പം എന്താ പറയുക, കുട്ടികൾ ചെറിയൊരു മൂക്കൊലിപ്പ് വരുമ്പോൾ തന്നെ ഡോക്ടറെ കാണിക്കും, ആ, എന്നിട്ട് അതിന് മരുന്ന് കൊടുക്കും, മൂക്ക് അടച്ച് കളയും. പിന്നെ ഇതിന് ഡിസ്ചാർജ് വരാൻ വേറെ മാർഗ്ഗമുണ്ടോ? ഇല്ല. പിന്നെ ലങ്സിലേക്ക് കഫം അങ്ങോട്ട് ലങ്സിലേക്ക് എടുക്കും. പിന്നെ ശ്വാസം മുട്ട്, കഫക്കെട്ട് ഇങ്ങനത്തെ അസുഖങ്ങൾ കൂടുതലായിട്ട് കാണും. അപ്പോൾ അതും ഒരു റീസൺ തന്നെയാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള മെഡിക്കേഷൻ മാക്സിമം നമ്മൾ കുട്ടികളെ ഫസ്റ്റിൽ കെയർ ചെയ്യുക എന്ന് പറയുന്നത് മെഡിസിൻസ് കൊടുത്തിട്ടല്ല, മെഡിസിൻസ് കൊടുക്കാതെയാണ്. അതായത് എന്നാൽ പിന്നെ നല്ല സീരിയസ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ കാണിക്കേണ്ടെന്നല്ല. തുടക്കത്തിൽ നമ്മൾ ഈ ചെറിയ മൂക്കടപ്പും ചെറിയ കോൾഡൊക്കെ ഉണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതിരിക്കുക. നമ്മളെ വീട്ടിൽ ഹോം റെമഡീസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് കുറച്ചൊക്കെ മാനേജ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മളെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഡോക്ടറെ കാണിക്കാവൂ. ഓ അപ്പോൾ ഓക്കെ. അങ്ങനത്തെ പല കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ തന്നെ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ വിദേശ രാജ്യത്തൊന്നും കുട്ടികൾക്ക് മരുന്ന് അധികം കൊടുക്കില്ലല്ലോ. കുട്ടികൾക്ക് എന്നല്ല, വലിയവർക്കും കൊടുക്കില്ലല്ലോ. അവർക്ക് മരുന്ന് നമുക്ക് ഒരു ഡോക്ടറെ കാണുക എന്ന് തന്നെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ മരുന്ന് കിട്ടുക എന്നുള്ളത് 2-3 പ്രാവശ്യം ചിലപ്പോൾ ഒരു പേഷ്യൻറ്റിനോട് ഞാൻ പുറത്തോട്ട് ഒരുപാട് സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ UK-ലും US-ലൊക്കെ എന്ന് പറഞ്ഞാൽ മരുന്ന് അവർക്ക് അവിടെ അവൈലബിൾ അല്ല. ഓ ഡോക്ടറെ കാണാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ കൺസൾട്ട് മരുന്ന് ചെയ്യും. ഫുള്ളും കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്ത് ഇപ്പോൾ ഇന്ന അസുഖത്തിന് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അതായത് പനിയുണ്ട്, അപ്പം ഞാൻ ഏതാ മരുന്ന് എടുക്കേണ്ടത്, ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറയുമ്പം അവർ ഒരു ശ്വാസം മുട്ടുള്ള ഒരു വ്യക്തിയെ പോലും അവർ 2-3 ദിവസം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പിന്നെ വളരെ സീരിയസ് ആകുമ്പോഴാണ് അവർ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക. ഓ ഇപ്പോൾ ഫീവർ ഉള്ളവർക്കൊന്നും അവർ മരുന്നേ കൊടുക്കാറില്ല. കൊടുക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കണ്ടീഷനിൽ ഇപ്പോൾ പൈൽസ് ഉള്ള ഒരു ലേഡി ഓസ്ട്രേലിയയിലുള്ള അവർ പറഞ്ഞു എന്നോട്, അവർക്ക് ഇത് വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മോഷൻ പോകാനും ഒക്കെ ബുദ്ധിമുട്ടായിട്ട് അവർ എപ്പോൾ ചെല്ലുകയാണെങ്കിലും ലാക്സേറ്റീവ് മാത്രമേ കൊടുക്കുള്ളൂ, അതിനായിട്ട് ഒരു മെഡിസിൻസോ ഒന്നും കൊടുക്കാറില്ല. കൊടുക്കില്ല. അങ്ങനെ അവർ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വന്നതും മരുന്ന് പിന്നെ എടുത്തിട്ട് പോകേണ്ടിയൊക്കെ വന്നത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കണ്ടീഷൻസ് വരാറുണ്ട് ഇതിൻ്റെ. അപ്പോൾ അപ്പോൾ പക്ഷേ അവർ ഹെൽത്തി ആയിരിക്കും മിക്കവാറും കേസിൽ. അവർക്ക് അധികമൊന്നും വരില്ല. നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് മെഡിക്കേഷനാണ് കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഹ്യൂമിഡിറ്റി, പൊല്യൂഷൻ, ഇപ്പോൾ കൊച്ചിയിലാണ് കൂടുതലായിട്ട്. ഇപ്പോൾ എനിക്ക് 2 ക്ലിനിക്കുണ്ട്, മലപ്പുറത്തും ഉണ്ട് എറണാകുളത്തും കൊച്ചിയിലുണ്ട്. ഉണ്ട്. അപ്പോൾ ഈ ഒരു കൊച്ചിയിൽ നോക്കുകയാണെങ്കിൽ ആസ്മ കേസസ് കൂടുതലാണ്. ഓ അവിടെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് എക്സിമ കേസസ് ആണ് കൂടുതൽ, അതായത് കരപ്പൻ പോലെയുള്ള ആ കേസസ്. അതായത് കുറച്ചും കൂടി കൂടുതൽ ഡീപ്പായിട്ട് പ്രശ്നങ്ങൾ, അതായത് ലങ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് ഈ ഏരിയയിലാണ്. അതിന് കാരണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇവിടുത്തെ പൊല്യൂഷനാണ് ഒന്നാമത്. പിന്നെ ഉള്ളത് നമ്മുടെ ഹ്യൂമിഡ് അറ്റ്മോസ്ഫിയർ ആണല്ലോ. അവിടെയൊക്കെ കുറച്ച് ഡ്രൈ
അറ്റ്മോസ്ഫിയർ ആണല്ലോ വരുന്നത്. നമ്മൾ കായലുകളും ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അപ്പോൾ ഇവിടെയാണ് കൂടുതൽ പ്രശ്നം. ഇനിയിപ്പോൾ ചില ആളുകൾക്ക് ഹ്യൂമിഡിറ്റി പ്രശ്നമില്ലാത്ത ആളുകളും ഉണ്ടാവും. അതായത് ഇപ്പം ചില പേഷ്യൻസ് പറയാറുണ്ട്, ഞങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല ഡോക്ടറെ, ഇവിടെ കൊച്ചിയിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം എന്ന്. പ്രശ്നം തിരിച്ചു പറയുന്ന ആൾക്കാരും ഉണ്ട്. അതായത് ഇവിടെ വന്ന ഇപ്പം അടുത്തൊരു റീസെൻ്റ് ഒരു പേഷ്യൻ്റ് ഇവിടെ വന്ന ഒരു കുഴപ്പമില്ല ഡോക്ടറെ, ഞാൻ അവിടെ US ചെന്ന് കഴിഞ്ഞാൽ അപ്പം തുടങ്ങും പ്രശ്നമെന്ന്. മനസ്സിലായോ? അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കാത്ത ആൾക്കാരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത്. അതായത് ഓരോ പേഷ്യൻറ്റിനും അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വേറെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ പേഷ്യൻറ്റിനെ നന്നായി പഠിച്ചാലുള്ളൂ നമുക്ക് കറക്റ്റ് മെഡിസിൻസ് കൊടുക്കാൻ പറ്റുക. അതാണ് അതുകൊണ്ടാണ് ആക്ച്വലി ഒരു പേഷ്യന്റ് വരുമ്പോ നിങ്ങൾ ഒരു തെറാപ്പിസ്റ്റ് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന ഇരുന്ന് അതെ സംസാരിക്കുന്നത് അതെ അല്ലെ അതുകൊണ്ടാണ് നമ്മൾ ഹോമിയോപ്പതിയിൽ ഈവൻ മെൻ്റൽ സിംറ്റംസ് പോലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. പറയുന്നത്.